ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കാദമിക് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എസ്ഐ ടെസ്റ്റിനെ മുൻനിർത്തി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡ് ഓഫ് ലേണിംഗ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ്. Which three banks merged into a single entity to become the second largest public sector bank in India? ഏതൊക്കെ ബാങ്ക് ആണ് ലയിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് ഫൈനലി യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സാക്ട് പറയുകയാണെങ്കിൽ ഈ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവർ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിനോട് റിലേഷൻ ഉണ്ട്. It is founded by the freedom fighter Lala Lajpat Rai in 1894. ഒരു important question ആണ്, previous year question ആണ്. Who was the freedom fighter who founded the Punjab National Bank? Lala Lajpat Rai. Year important ആണ് 1894. Then which is the largest public sector bank in India? State Bank of India ആണ്. SBI എന്നറിയപ്പെടുന്ന State Bank of India ആണ് largest public sector bank in India. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ റിസർവ് ബാങ്ക് വാസ് ഫോംഡ് ഓൺ ദ ഇയർ April 1, 1935. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് വാസ് ഫോംഡ് ഓൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഓൺ April 1, 1935 അറ്റ് കൊൽക്കട്ടയാണ്. ബിഫോർ ദ ഫോർമേഷൻ ഓഫ് റിസർവ് ബാങ്ക് ദർ വാസ് ഇംപീരിയൽ ബാങ്ക്. 1921 ഫോം ചെയ്ത ഇംപീരിയൽ ബാങ്ക് ആണ് റിസർവ് ബാങ്കിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹു ഇസ് ദ പ്രസന്റ് റിസർവ് ബാങ്ക് ഗവർണർ? ശക്തികാന്ത ദാസ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ഹൈയസ്റ്റ് ഫോറസ്റ്റ് കവർ ആസ് പെർ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഓഫ് 2019? സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഓഫ് 2019 പ്രകാരം ഹൈയസ്റ്റ് ഫോറസ്റ്റ് കവർ ഏത് സ്റ്റേറ്റിനാണ്? മധ്യപ്രദേശിനാണ് ഹൈയസ്റ്റ് ഫോറസ്റ്റ് കവർ റിപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഈ മധ്യപ്രദേശ് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. മധ്യപ്രദേശ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. മധ്യപ്രദേശ് സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ട്സ് നമുക്കൊന്ന് ഓർത്തു വയ്ക്കാം. ലാർജസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ആണ്. സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഗോവയാണ്. ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഫൈനലി സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. PSC നിലവാരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ലാർജസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് രാജസ്ഥാൻ, സ്മോളസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഗോവ, ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഫൈനലി സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് മധ്യപ്രദേശ് ആണ്. ഈ മധ്യപ്രദേശ് തന്നെയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. Then the Indian state having maximum forest cover as a percentage of their total geographical area ഉള്ളത് മിസോറാമിനാണ്. അതായത് മിസോറാമിന്റെ ഓൾമോസ്റ്റ് 86.27% ഓഫ് ദ ലാൻഡ് ഏരിയ ഈസ് കവേർഡ് ബൈ ഫോറസ്റ്റ് ആണ്. ദെൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലീസ്റ്റ് ഫോറസ്റ്റ് കവർ ഉള്ളത് ഹരിയാനയ്ക്കാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലീസ്റ്റ് ഫോറസ്റ്റ് കവർ? ഹരിയാനയാണ്. അപ്പോൾ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. മധ്യപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. ഫോറസ്റ്റ് ഏരിയ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫസ്റ്റ് നിൽക്കുന്നത് മിസോറാം ആണ്. ഓൾമോസ്റ്റ് 86.27% ഓഫ് മിസോറാംസ് ജിയോഗ്രഫിക്കൽ ഏരിയ ഈസ് കവേർഡ് ബൈ ഫോറസ്റ്റ് ആണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലീസ്റ്റ് ഫോറസ്റ്റ് കവർ ഹരിയാനയാണ്. Then which chief minister has launched the Jagannana Vidya Devana scheme? അത് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ ദാറ്റ് ഹാസ് ലോഞ്ച്ഡ് ജഗന്നന വിദ്യ ദേവന സ്കീം ആന്ധ്രാപ്രദേശ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കീം എന്ന് നോക്കാം. ഫ്രീ റീഎംബേഴ്സ്മെന്റ് സ്കീം ഫോർ സ്റ്റുഡൻസ്. അതുപോലെ വിച്ച് വിൽ പ്രൊവൈഡ് 100% ഫ്രീ റീഎംബേഴ്സ്മെന്റ് വിച്ച് വിൽ ബെനിഫിറ്റ് ക്ലോസ് ടു 12 lakh സ്റ്റുഡൻസ്. 12 ലക്ഷത്തോളം സ്റ്റുഡൻസിന് അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായി തിരിച്ചു നൽകുന്ന ഒരു സ്കീമാണ് ജഗന്നന വിദ്യ ദേവന സ്കീം എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആന്ധ്രാപ്രദേശ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറെ 2 ഇമ്പോർട്ടൻറ്റ് സ്കീംസും കൂടെ നോക്കാം. ജഗന്നന അമ്മ ഒടു സ്കീം. ₹15,000 will be provided for poor and needy mothers to educate their children ഫ്രം ക്ലാസസ് 1 to 12 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് 1 to 12. ജഗന്നന അമ്മ ഒടു സ്കീം എന്ന് പറഞ്ഞാൽ ₹15,000 will be provided annually to poor and needy mothers to educate the children from class 1 to 12. 1 മുതൽ 12 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പുവർ ആൻഡ് നീഡി മദർസിന് 15,000 വരെ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ് ജഗന്നന അമ്മ ഒടു സ്കീം. അതും ആന്ധ്രാപ്രദേശ് സ്കീം തന്നെയാണ്.
തേർഡ് സ്കീമാണ് ജഗണ്ണന വസതി ദിവാന സ്കീം. എന്ന് പറഞ്ഞാൽ 20,000 വിൽ ബി പ്രൊവൈഡഡ് ആനുവലി ഇൻ 2 ഇൻസ്റ്റാൾമെന്റ്സ് ടു മദേഴ്സ് ഓഫ് സ്റ്റുഡൻസ് പെർസ്യൂവിംഗ് ദെയർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് 20,000 റുപ്പീസ് ആണ് ജഗണ്ണന വസതി ദിവാന സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് സ്കീമാണ് ജഗണ്ണന വിദ്യ ദിവാന സ്കീം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ സ്കീമാണ്. Then the Prime Minister of India launched which scheme on April 24, 2020 during his video conference with all Grama Panchayat Sarpanch. ഏതാണ്? സ്വമിത്വ സ്കീമാണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം ഏപ്രിൽ 24 വീഡിയോ കോൺഫറൻസ് വഴി ഓൾ ഗ്രാമപഞ്ചായത്ത് സർപഞ്ച് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ഗ്രാമപഞ്ചായത്തിനാണ് സർപഞ്ച് എന്ന് പറയുന്നത്. അവരായിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ പാസ് ചെയ്ത സ്കീമാണ് സ്വമിത്വ സ്കീം. അതിന്റെ ഫുൾ ഫോം ആണ് സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയ. വില്ലേജ് ഏരിയയുടെ മാപ്പിംഗ് ആണ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ഡിവൈസസ് ലൈക്ക് ഡ്രോൺസ് ഒക്കെ വെച്ചിട്ടാണ് വില്ലേജ് ഏരിയ അളക്കുന്നത്. ഈ സ്കീമാണ് ഏപ്രിൽ 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാസ് ചെയ്ത സ്കീമാണ് സ്വംവിധ സ്കീം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സ്കീം പഠിച്ചു. ജഗണ്ണന വിദ്യ ദിവാന സ്കീം ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെയാണ്. ജഗണ്ണന അമ്മ ഒടു സ്കീം, ജഗണ്ണന വസതി ദിവാന സ്കീം. ഈ ദിവാന സ്കീം ഒക്കെ വരുന്നത് ആന്ധ്രാപ്രദേശിനാണ്. അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏപ്രിൽ 24 പ്രധാനമന്ത്രി പാസ്സാക്കിയ സ്കീമാണ് സമിത്വ സ്കീം, സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. Next question, what is the maximum punishment for attacking health worker as per new proposed amendment to the Epidemics Diseases Act of 1897? 7 years jail trial and fine up to 5 lakhs. ഈ എപ്പിഡമിക് ഡിസീസസ് ആക്ട് ഓഫ് 1897 എന്ന് പറയുന്നത് പണ്ട് മുംബൈയിൽ ഒരു എപ്പിഡമിക് വന്നപ്പോൾ എടുത്ത ഒരു ആക്ട് ആണ്. അതിനെ അമെൻഡ് ചെയ്തതാണ് ഏപ്രിൽ 22, 2020 ഈ കൊറോണ വൈറസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എപ്പിഡമിക് ഡിസീസസ് ആക്ടിന് amend ചെയ്തിരിക്കുന്നത്. The Epidemic Diseases Act of 1897 was amended on April 22, 2020 ആണ്. Protection of healthcare personnel and expansion of the power to central government to prevent the spread of contagious diseases. ഈ രണ്ടുമാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ പേഴ്സണൽ, ഹെൽത്ത് കെയറിൽ വേണ്ടി നിൽക്കുന്ന പേഴ്സണൽസിന്റെ പ്രൊട്ടക്ഷനെ ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യത്തെ അമെൻമെന്റ്. സെക്കൻഡ് അമെൻമെന്റ് ആണ് എക്സ്പാൻഡ് ദ പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് കോണ്ടേജിയസ് ഡിസീസസ്. ഈ ഒരു അമെൻമെന്റ് വഴി സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് പോർട്ട്, എയർപോർട്ട് തുടങ്ങിയ സ്ഥലത്തുള്ള അവരുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ ഒരു സ്ഥാപനം തുറക്കാനും അടപ്പിക്കാനും ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന് നേരിട്ടുള്ള പവറാണ് ഈ എപ്പിഡമിക് ഡിസീസ് ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ കൈവന്നിരിക്കുന്നത്. അപ്പോൾ 7 years ജയിൽ ട്രയൽ ആൻഡ് ഫൈൻ അപ് ടു 5 lakh rupees ആണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ അറ്റാക്ക് ചെയ്താൽ ലഭിച്ചേക്കാവുന്ന ശിക്ഷ. Next question, which state government launched the Operation Shield to combat COVID-19? ഡൽഹി ഗവൺമെന്റ് ആണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പോളിസി എടുത്തിരിക്കുന്നത്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഡൽഹി ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാൾ ഓപ്പറേഷൻ ഷീൽഡ് കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓപ്പറേഷൻ ഷീൽഡ് ഒന്ന് നോക്കാം. ദ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ അനൗൺസ്ഡ് ദ ഓപ്പറേഷൻ ഓൺ April 9, 2020 ആണ്. അപ്പോൾ ഏപ്രിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. April 9, 2020 ആണ് അരവിന്ദ് കെജ്രിവാൾ ഓപ്പറേഷൻ ഷീൽഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. April 24 സ്വമിത്വ സ്കീം പ്രധാനമന്ത്രി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ക്യാരിഡ് ഔട്ട് ഇൻ 21 ഏരിയാസ് ഓഫ് ഡൽഹി. 21 ഏരിയാസ് ഓഫ് ഡൽഹിയിലാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് 21 ഏരിയാസ് ഓഫ് ഡൽഹി. ഈ ഓപ്പറേഷൻ ഷീൽഡിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം. എസ് എന്ന് പറയുമ്പോൾ സീലിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് ഏരിയാസ്. എച്ച് ഹോം ക്വാറന്റൈൻ. I, isolation and tracking. E, essential supply. L, local sanitation. And finally D is door-to-door health check. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷീൽഡ്, സീലിംഗ്, ഹോം ക്വാറന്റൈൻ, ഐസൊലേഷൻ ആൻഡ് ട്രാക്കിംഗ്, എസെൻഷ്യൽ സപ്ലൈ, ലോക്കൽ സാനിറ്റേഷൻ ആൻഡ് ഫൈനലി ഡോർ-ടു-ഡോർ ഹെൽത്ത് ചെക്ക്. അപ്പോൾ ഓപ്പറേഷൻ ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡൽഹി ഗവൺമെന്റ് ആണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹിയാണ് അരവിന്ദ് കെജ്രിവാൾ. April 9, 2020 ആണ്. അപ്പോൾ April 24, 2020 ആണ് സ്വമിത്വ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വില്ലേജ് ഗ്രാമപഞ്ചായത്ത്
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഡിക്ലെയർഡ് ഗ്ലോബൽ എമർജൻസി ഓൺ COVID-19 ഓൺ 30th January 2020. ഇമ്പോർട്ടൻ്റ് ആണ്. 30th January 2020 WHO ഡിക്ലെയർ COVID-19 ഗ്ലോബൽ എമർജൻസിയായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 30th January 2020 നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്രൂട്ട് ട്രെയിൻ ഓഫ് ഇന്ത്യ വാസ് ഫ്ലാഗ്ഡ് ഓൺ 31st January 2020 ആണ്. 30th January 2020 ഗ്ലോബൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഫോർ COVID-19. ജസ്റ്റ് 1 day കഴിഞ്ഞിട്ട് 31st January 2020 ഇന്ത്യയിലെ ഫസ്റ്റ് ഫ്രൂട്ട് ട്രെയിൻ. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ് കൈൻഡ് ആണ്. ഫ്രൂട്ട് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ entirely concentrated on transportation of fruits ആണ്. 31st January 2020 ഇന്ത്യൻ ഗവൺമെന്റ് ഫ്ലാഗ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ അനന്തപൂർ ഓഫ് ആന്ധ്രാപ്രദേശ് ടു ജവഹർലാൽ നെഹ്റു പോർട്ട് ഓഫ് മുംബൈ. അനന്തപൂർ ഓഫ് ആന്ധ്രാപ്രദേശ് ടു ജവഹർലാൽ നെഹ്റു പോർട്ട് ഓഫ് മുംബൈ ആണ് ഫസ്റ്റ് ഫ്രൂട്ട് ട്രെയിൻ. January 31, 2020 January 30 ഗ്ലോബൽ എമർജൻസി ഓൺ COVID-19 was proclaimed by WHO. Then, on which date coronavirus disease was named as COVID-19 by World Health Organization? 11th February 2020 11th Feb 2020 കൊറോണ വൈറസ് ഡിസീസിനെ COVID-19 എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിശേഷിപ്പിക്കുന്നത് 11th February 2020 ആണ്. Then, how many countries, areas or territories are suffering from corona outbreak in the world? 2016 11th January 2020 കണക്ക് പ്രകാരം 216 രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏരിയാസ് അല്ലെങ്കിൽ ടെറിട്ടറീസിൽ കൊറോണ ഔട്ട് ബ്രേക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 11th June വരെയുള്ള കണക്കാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തായ്ലൻഡ് അനൗൺസസ് ടു പ്രൊസീഡ് to test the novel corona vaccine on which animal or bird? മങ്കിയിലാണ്. ആഫ്റ്റർ സീയിങ് ദ പോസിറ്റീവ് റിസൾട്ട് ഓൺ മൈസ്. അപ്പോൾ തായ്ലാൻഡ് ഗവൺമെന്റ് നോവൽ കൊറോണ വൈറസിന്റെ പുതിയൊരു ടെസ്റ്റ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് മങ്കീസിലാണ്. അപ്പോൾ ആദ്യം അവർ മൈസസിൽ ചെയ്ത ടെസ്റ്റ് വിജയകരമായിരുന്നു. അപ്പോൾ രണ്ടാമത് അവർ മങ്കിയിലാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൊറോണ വൈറസ് വാക്സിന് വേണ്ടിയിട്ടുള്ളത് തായ്ലാൻഡ് ഗവൺമെന്റ് ആണത്. Name a chemical trial in which blood is transfused from a recovered COVID-19 patient to a coronavirus patient in critical condition. Blood transfusion വഴി COVID-19 ചേർത്തെടുക്കാൻ പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്മ തെറാപ്പി ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രം ടു എ COVID-19 patient suffering of critical condition. പ്ലാസ്മ തെറാപ്പി ആണ്. Then first plasma therapy was taken down in King George Medical University, Lucknow. King George Medical University ലക്നൌവിലാണ് ഫസ്റ്റ് പ്ലാസ്മ തെറാപ്പി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് COVID-19 കേസസ് വാസ് റിപ്പോർട്ടഡ് ഇൻ നമുക്കറിയാം വുഹാൻ ആണ്. ഇതും കൂടെ ഓർത്തു വെക്കണം. ഹുബായി പ്രൊവിൻസ് ചൈനയിലാണ് ഫസ്റ്റ് COVID-19 കേസസ് റിപ്പോർട്ടഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the India's permanent representative to the United Nations? T.S. തിരുമൂർത്തിയാണ് പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു ദ യുണൈറ്റഡ് നേഷൻസ്. T.S. തിരുമൂർത്തി. ദെൻ യുണൈറ്റഡ് നേഷൻസ് നമുക്ക് നോക്കാം. ഒഫീഷ്യലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 24th October 1945 ഒരു LTC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ വിച്ച് ഇയർ യുണൈറ്റഡ് നേഷൻസ് ഒഫീഷ്യലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? 24th October 1945 പ്രസന്റ് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗട്രസ് ആണ്. ആൻഡ് presently there are 193 member nations are there for UNO. 193 member nations ഉണ്ട് UNOയ്ക്ക്. Then which nation has lost the hoisting right of 2021 men's world boxing championship? ഇന്ത്യക്കാണ് 2021 ഹോയിസ്റ്റിംഗ് റൈറ്റ്സ് ഫോർ ദ മെൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത് ഇന്ത്യക്കാണ്. ദെൻ the 2021 men's world boxing championship will be held on സെർബിയയിലായിരിക്കും ഹെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേൾഡ് 2021 മെൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വാസ് ലോസ്റ്റ് ടു ഇന്ത്യ ആൻഡ് വിൽ ബി ഹെൽഡ് ഓൺ സെർബിയ ആണ്. Then which nation lifted the temporary ban imposed on the export of essential drugs, hydrochloroquine and paracetamol? ഇന്ത്യയാണ്. റീസെന്റ് ആണ് നടന്നത്. Which nation lifted the temporary ban imposed on the export of essential drugs, hydrochloroquine and paracetamol? ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രോക്ലോറോക്വിനോൺ ആൻഡ് പാരസെറ്റമോൾ. ഇന്ത്യയാണ് ആ ബാൻ ലിഫ്റ്റ് ചെയ്തത്. Then which Indian badminton player has been named as the ambassador of
BFW's I Am Badminton campaign. I Am Badminton campaign എന്ന ക്യാമ്പയിനിലേക്ക് ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? പി വി സിന്ധുവിനെയാണ് ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ പി വി സിന്ധുവിനെയാണ് ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിൻ എന്ന ഒരു ബാഡ്മിന്റൺ ക്യാമ്പയിനിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അംബാസഡറായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പി വി സിന്ധുവിനെയാണ്. BFW എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്നാണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ആണ് BFW. Which article of the Constitution ensures safeguards available to civil servants? ആർട്ടിക്കിൾ 311 ആണ്. സിവിൽ സർവൻസിനെ എൻഷുർ ചെയ്തിരിക്കുന്ന സേഫ് ഗാർഡ്സിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 311 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ സേഫ് ഗാർഡ്സ് എന്ന് നോക്കാം. Article 311 refers against the arbitrary dismissal, removal and reduction in ranks of civil servants. Against arbitrary dismissal, removal and reduction in ranks of civil servants. അതാണ് ആർട്ടിക്കിൾ 311. ദെൻ ആർട്ടിക്കിൾ 311 ശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിന് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നോക്കി വെക്കാനുള്ള ഒരു മെത്തേഡ് പറയാം. ഫസ്റ്റ് ആർട്ടിക്കിൾ 311 സേഫ് ഗാർഡ്സ് അവൈലബിൾ ടു സിവിൽ സർവൻസ് നമ്മളിപ്പോൾ നോക്കി. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസ് ആണ് 312. ജസ്റ്റ് അടിയിലാണ് 315 ആണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് 315 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഓർത്തു വയ്ക്കാൻ നോക്കാം. ആർട്ടിക്കിൾ 315 നമുക്കറിയാം PSC എക്സാംസ് യൂഷ്വലി സ്റ്റാർട്ട് ഓൺ 3:15 PM ആണ്. 3:15 PM PSC എക്സാം യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 3:15 അപ്പോൾ 3:15 PM 315 ആർട്ടിക്കിൾ 315 ആണ് അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് വരുന്ന ഇമ്പോർട്ടൻ്റ് 312 ഓൾ ഇന്ത്യ സർവീസസ്. PSCക്ക് തൊട്ട് മുമ്പിൽ PSC 315 ആണ്. അതിന് ജസ്റ്റ് മുമ്പിൽ വരുന്നു 312 ഓൾ ഇന്ത്യ സർവീസസ്. അങ്ങനെയാണെങ്കിൽ 315 PSC ആണ് എങ്കിൽ 320 ആണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. 315 പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് +5 320 ആണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പറയുന്നത്. ദെൻ 335 ക്ലെയിംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ടു സർവീസസ് ആൻഡ് പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ 3 റിലേറ്റ് ചെയ്യാം, 3 PSC ആയിട്ട് റിലേറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 315 PSC എക്സാമിൽ PSCനെ പറ്റി പറയുന്നു. അതിന്റെ കോഡാണ് PSC എക്സാംസ് യൂഷ്വലി സ്റ്റാർട്ട് ഓൺ 315 PM. അങ്ങനെയാണെങ്കിൽ +5 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. Then 335 claims of scheduled caste and scheduled tribes on services and post. അത് കഴിഞ്ഞ് വരുന്ന 3 നാഷണൽ എമർജൻസീസ് ആണ്. 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻഷ്യൽ റൂൾ ആൻഡ് 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഈ 3 ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ പ്രൊക്ലെയിം ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ്. അതിന്റെ റിലേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി ആണ്. +4 356 പ്രസിഡൻഷ്യൽ റൂൾ. +4 356 പ്രസിഡൻഷ്യൽ റൂൾ ആണ്. +4 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഒരു 4ന്റെ കണക്കാണ് ഇവിടെ ഉള്ളത്. 3 എമർജൻസി സിറ്റുവേഷൻ ഉള്ളത്. 352 നാഷണൽ എമർജൻസി, +4 356 പ്രസിഡൻഷ്യൽ റൂൾ ആണ്. അതായത് സ്റ്റേറ്റിന്റെ റൂള് പ്രസിഡന്റ് ഏറ്റെടുക്കുന്ന കാര്യമാണ് പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുന്നത്. 356 ആണത്. +4 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഈ ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ പ്രൊക്ലെയിം ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പോൾ നമ്മൾ കൊറോണ കാലത്ത് നിൽക്കുകയാണ് എങ്കിൽ പോലും ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ പ്രൊക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ 368 ആണ് പവർ ടു പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 360 +8 368 ആണ് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പുതിയ ഒരു ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യാൻ വേണ്ട ഒരു അധികാരത്തിനാണ് 368 പറയുന്നത്, പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഫൈനലി 370 ടെമ്പററി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിനെ പറ്റിയുള്ള ടെമ്പററി പ്രൊവിഷൻസിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 370. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ആർട്ടിക്കിൾ 311 സേഫ് ഗാർഡ് അവൈലബിൾ ടു സിവിൽ സർവൻസ്. 312 ഓൾ ഇന്ത്യ സർവീസസ്. 315 PSC എക്സാം സ്റ്റാർട്ട് ഓൺ 3:15 PM ആണ്. അപ്പോൾ 315 PSC ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. +5 320 ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. 335 ക്ലെയിംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ടു സർവീസസ് ആൻഡ് പോസ്റ്റ്. പിന്നെ 4 എമർജൻസിയാണ്. 352 356 360 നാഷണൽ എമർജൻസി, പ്രസിഡൻഷ്യൽ റൂൾ ആൻഡ് ഫൈനാൻഷ്യൽ എമർജൻസി. ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ പ്രൊക്ലെയിം ചെയ്തിട്ടില്ല. 368 ആണ് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഫൈനലി 370 ടെമ്പററി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. Which is the political party launched by Irom Shamla in Manipur?
പീപ്പിൾ റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് ലീഗ് എന്ന പാർട്ടിയാണ് ഇറോം ഷാർമിള മണിപ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇറോം ഷാർമിളയെ പറ്റി നമുക്ക് അറിയാം, ഒന്ന് കൂടുതലായിട്ട് നോക്കാം. ഇറോം ചാനു ഷാർമിള ഈസ് നോൺ ആസ് ദ അയൺ ലേഡി എന്ന് അറിയപ്പെടുന്നു. ഷി ബിഗാൻ എ ഹങ്കർ സ്ട്രൈക്ക് ഓൺ 5th November 2000. ഈ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5th November 2000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഫോർ ദ അബോളിഷൻ ഓഫ് ആർമഡ് ഫോഴ്സസ്, സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958 പ്രകാരം വന്ന ആർമഡ് ഫോഴ്സിന്റെ അബോളിഷന് വേണ്ടിയാണ് ഇറോം ചാനു ഷാർമിള ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ഈ ആർമഡ് ഫോഴ്സസിനെ വിന്യസിച്ചത്. ഈ സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരം അവർക്ക് സ്പെഷ്യൽ പവേഴ്സ് ആണ് ഗ്രാൻഡ് ചെയ്തത് ടു സെർച്ച് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് വാറന്റ്, അറസ്റ്റ് പീപ്പിൾ. ഇതിനൊക്കെ വേണ്ടി പ്രത്യേക പവറാണ് ഈ സ്പെഷ്യൽ ആംഡ് ഫോഴ്സസിന് നൽകിയത്. ഇതിനെതിരെയാണ് ഇറോം ചാനു ഷാർമിള 5th November 2000 ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എൻഡഡ് ദ സ്ട്രൈക്ക് ഓൺ 9th August 2016 ആണ്. ആഫ്റ്റർ സെർവിങ് 16 years ഓഫ് ഫാസ്റ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 16 years ഓഫ് ഫാസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത് 5th November 2000, എൻഡ് ചെയ്തത് 9th August 2016 ആണ്. 16 years ഓഫ് ഫാസ്റ്റിംഗ് ആണ്. വേൾഡിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ നിരാഹാര സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ഇറോം ചാനു ഷാർമിളയുടെയാണ്. അവർക്ക് മൂക്കിലൂടെയാണ് ഡ്രിപ്പ് കണക്ട് ചെയ്ത പോലെയാണ് അവർക്ക് ഭക്ഷണം നൽകിയിരുന്നത്. And in 2016 she founded the People Resurgence and Justice Alliance on 2016. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീപ്പിൾ റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് ലീഗ് 2016 ഇറോം ചാനു ഷാർമിള എന്ന് പറയുന്ന ഇറോം ഷാർമിള സ്റ്റാർട്ട് ചെയ്തത് 2016. Next question. The halwa ceremony is related to which event in the parliament? യൂണിയൻ ബഡ്ജറ്റ് ആണ്. ഇത് യൂണിയൻ ബഡ്ജറ്റിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് ഹൽവ സെറിമണി. ഹൽവ സെറിമണി is related to യൂണിയൻ ബഡ്ജറ്റ് ആണ്. അപ്പോൾ the annual financial statement in the article 112 of the constitution is also known as union budget. അപ്പോൾ യൂണിയൻ ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 112. യൂണിയൻ ബഡ്ജറ്റ് ഈസ് റെഫേർഡ് ടു ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. What deals only with the expenditure side of the government budget? What on budget? Government budgetന്റെ expenditure സൈഡിനെ മാത്രം ബേസ് ചെയ്യുന്ന ഒന്നാണ് what on budget എന്ന് പറയുന്നത്. Who presented the first budget of independent India in November 1947? Year important ആണ്. Previous year question ആണ്. In which year independent India presented its first budget ചോദിച്ചിട്ടുണ്ട്. 1947 നവംബറിലാണ്. Then who presented എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R.K. ഷൺമുഖം ചെട്ടിയാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് R.K. ഷൺമുഖം ചെട്ടി ആണ്. Then who was the first woman to present the union budget of India? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഫസ്റ്റ് വുമൺ ടു പ്രസന്റ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ. ദ സെക്കൻഡ് വുമൺ ടു പ്രസന്റ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ വാസ് നിർമ്മല സീതാരാമൻ. ഇപ്പോഴത്തെ മിനിസ്ട്രിയിലുള്ള ഫൈനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ആണ് സെക്കൻഡ് വുമൺ ടു പ്രസന്റ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ആണ്. 2019-20 യൂണിയൻ ബഡ്ജറ്റ് ആണ് നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദ ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ വാസ് പ്രസന്റഡ് ഓൺ 1860. ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ വാസ് പ്രസന്റഡ് ഓൺ 1860. Next question. Who is credited with presenting the maximum number of union budgets? മൊറാർജി ദേശായി ആണ്. 10 times ആണ് മൊറാർജി ദേശായി യൂണിയൻ ബഡ്ജറ്റ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് മൊറാർജി ദേശായി ആണ്. Who was the first finance minister to present the union budget at 11 AM in the parliament? ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ടു പ്രസന്റ് യൂണിയൻ ബഡ്ജറ്റ് at 11 AM in the parliament യശ്വന്ത് സിംഗ് ആണ്. 2001 ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. Who was the first finance minister to present the union budget at 11 AM in the parliament? യശ്വന്ത് സിംഗ് ആണ്. From which year onwards the union budget is presented before 1st February on the parliament? 2017 മുതലാണ് before union budget is presented before 1st February. ഫെബ്രുവരി ആവുന്നതിന് മുമ്പ് തന്നെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് മുതലാണ്? 2017 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ the last union budget which was presented in the last working day of February was in the year 2016. ഇതും ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. The last union budget which was presented in the last working day of February. ഇതാണ് ലിങ്ക്. ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി വാസ് ഇൻ ദ ഇയർ 2016 ആണ്. യൂണിയൻ ബഡ്ജറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ തുടർന്നുള്ള വീഡിയോകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക.